ഭാഗവത്തിൽ ആദ്യ ഈ കപിലോപദേശം വരിക. ഭാഗവത്തിലെ ആദ്യത്തെ ഉപദേശമാണ് കപിലോപദേശം. ബാക്കി കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. കപിലോപദേശത്തിൽ ആദ്യം വരിക ദേവഹൂതി തൻ്റെ പുത്രനായിട്ടുള്ള ആ കപിലവാസുദേവരോട് ഒരു സങ്കടം പറയലാണ്. അമ്മയ്ക്ക് ദേവഹൂതിക്കറിയാം തൻ്റെ പുത്രൻ ഭഗവാനാണ്. അതേ സമയത്ത് ആ തൻ്റെ പുത്രൻ എന്നുള്ള വാക്ക് ഇടയ്ക്ക് എന്തുണ്ടാക്കാം? വാത്സല്യ പുത്രനായിട്ട് കാണുമ്പോൾ ഒരു വാത്സല്യവും ഭഗവാനും ഉണ്ടാവും. ഭഗവാനായിട്ട് കാണുമ്പോൾ ഒരു ബഹുമാനവും നമുക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. അവസാനം ആ ഒരവസ്ഥയിലാണ് ആകെ കപിലോപദേശം തുടങ്ങുമ്പോൾ തന്നെ നിർവിണ്ണാനിതരം ഭൂമൻ അസദിന്ദ്രിയതർഷണാൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്തം തമപ്രഭോ. മകൻ്റെ കാക്കൽ വീണിട്ട് കരഞ്ഞിട്ട് പറയണ മകനെ മടുത്തു എന്നാണ്. മകനേന് വിട്ടില്ല കേട്ടോ. ഭൂമൻ, ഭൂമാവ് എന്നുള്ള വാക്ക് തൈത്തിരീയത്തിൽ ആദ്യം കാണുക. സവൈ ഭൂമ എന്നും പറഞ്ഞിട്ട് ലോകത്തിലെ എല്ലാ മഹിമയും കൂടിയിട്ടൊരൊറ്റ ആളേ ഉള്ളൂ. ആരാ? പരമാത്മാവായിട്ടുള്ള ഭഗവാൻ മാത്രം. ആ ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറയണം മടുത്തു എനിക്ക്. എന്തേ കാരണം? അസദിന്ദ്രിയ തർഷണ. നമ്മുടെ കൂടെയൊക്കെ 6 ശത്രു എപ്പോഴും ഉണ്ടാകുന്ന ഈ 6 ശത്രുവിനെ നമുക്ക് ഒതുക്കാൻ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒതുങ്ങിയെന്നാണ്. ഏതാ ഈ 6 ശത്രു? വേറെ ആരുമില്ല. കണ്ണും മൂക്കും നാക്കും ക്കും ചെവിയും മനസ്സും. അതിൻ്റെ പ്രൊഡക്ഷനാണ് ഏത്? കാമം, ക്രോധം, ലോഭം, മതം, മത്സരം, രാഗം, ഈർഷ്യ. അപ്പം ആദ്യം വേണ്ടത് എന്താ അറിയോ? ഈ 6 എണ്ണത്തിനെ ഒതുക്കാൻ പഠിക്കുക. പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറയാം, അച്ഛൻ ഒക്കെ ജയിച്ചു എന്ന് അഭിമാനിക്കുക. മുമ്പിലുള്ള മിത്രങ്ങളാണെന്ന് നടിക്കുന്ന ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ അതിൽ പെട്ടവരാണ് അല്ലേ? പണ്ടൊക്കെ എനിക്കൊക്കെ ഇപ്പം നല്ല ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്തെ നാമം ചൊല്ലി അല്ലാണ്ട് ആഹാരം കൊടുക്കില്ല. നാമം ചൊല്ലുണ്ടോ? ഒക്കെ മറക്കുമ്പോ അല്ലേ? പണ്ട് സന്ധ്യ ആയാൽ കയ്യും കാലും കഴുകി ഭസ്മവും തൊട്ട് ഉമ്മർത്തിരുത്തിയിട്ട് നമ ശിവായ നാരായണായ നമ. ഇന്നിപ്പോൾ അമ്മയും പെട്ടിട്ട് മുമ്പിലാവും, മക്കളെയും പെട്ടിട്ട് മുമ്പിൽ തന്നെ കൊണ്ടിരുത്തും അല്ലേ? ഞാൻ ഇപ്പം എവിടെ കണ്ടതാണ്, എവിടെ ഒരു സ്ഥലത്ത് തപ്പാൻ ഒക്കെ ഭാഗവത്തിന് അതുവരെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മക്കിളി കാണില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള ആ അബദ്ധങ്ങൾ അതാണ് അവിടെ. അതതിന്ദ്രിയ തർഷണാൽ. ഈ ഇന്ദ്രിയങ്ങൾ കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയും എന്നെ ഈ അപകടത്തിലേക്ക് ഓടിക്കുകയാണ്. ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ടൂറിന് പോകുമ്പോൾ മൂപ്പര് കുറേ ബസ്സിലിരുന്നിട്ട് എവിടെയാ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കുറേ നടക്കേണ്ടി വന്ന സ്ഥലമുണ്ട്. എന്നിട്ട് ആ ബസ് കയറിയപ്പോഴേക്ക് ക്ഷീണിച്ചു നടന്നു പോയിട്ടേ ഒരു മഴയും. മൂപ്പര് രാമ ജപിക്കുമ്പോൾ ഒറ്റ കുട്ടി ഒരു റെസ്പോൺസ് ഉണ്ടാക്കണ്ടേ? അവരുടെ പാട്ടിൽ വെറുതെ ഇരിക്കുകയുള്ളൂ. അത് എപ്പോഴും എന്താ അറിയോ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒട്ടും കാലം നമ്മളെ ബാക്കിയായിട്ടേ കൊണ്ടുപോകുള്ളൂ. ആന്തരികമായിട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, മകനെ എനിക്ക് മടുത്തു എന്നാണ്. ഇതിനെ തൃപ്തിപ്പെടുത്താൻ നോക്കിയിട്ട് അല്ലേ എന്തൊക്കെ കാണിച്ചു കൊടുക്കണ്ട കണ്ണ് തൃപ്തമാവാൻ അല്ലേ, കണ്ണിന് സന്തോഷം ഉണ്ടാവാൻ. അപ്പോൾ ഇതാ വാശിയൊന്നും പിടിക്കാതെ ഇരിക്കണം വെച്ചാൽ കൊച്ചു ടി വിയോ പോകൂ ടി വിയോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അവിടെ ഇരുന്നോട്ടില്ലേ? അവിടെ ചെറുക്കിനുണ്ടോ? അതെന്താ? ആ കണ്ണിനെ തൃപ്തിപ്പെടുത്തുക, മൂക്കിനെ തൃപ്തിപ്പെടുത്തുക, നാവിനെ തൃപ്തിപ്പെടുത്തുക. ഇതന്നെയാണ് നമ്മുടെ ഏർപ്പാട്. പറഞ്ഞു ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുക? ഭഗവാനെ ഭാഗ്യം കൊണ്ടാണ് അങ്ങേൻ്റെ പുത്രതന്ത്വാംഗം ചരണം ചരണ്യം സംസാരതരോ കൂടാരം ജിജ്ഞാസയാകം പ്രകൃതേ പുരുഷസ്യ നമാമി
സദ്ധർമ്മവിധം വരിഷ്ടം. മകനെ നല്ല വിളിച്ചത്, ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കണു. എന്തിനാണ്? ഈ ശരീരം എന്താണ്, അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം എന്താണ്, അതൊന്നും എനിക്ക് പറഞ്ഞു തരണേന്ന് പറയണം. അങ്ങടെ മായന്നെയാണ് എന്നെ ഈ ഞാൻ എൻ്റെ എന്നുള്ള ഈ പൊട്ടാക്കുണ്ടിൽ വീഴ്ത്തിക്കൊണ്ട് സങ്കടപ്പെടുത്തുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടെ വെച്ചിട്ടാണ് ഭഗവാൻ അമ്മയ്ക്കുള്ള ഉപദേശം തുടങ്ങുക. അമ്മയ്ക്കുള്ള ഉപദേശത്തിൽ എന്താ പ്രഥമമായിട്ടുള്ളത്? അമ്മേ, യോഗാത്മികപ്പും സമ്മതോ നിശ്ചേയസായമേ അത്യന്തോപരതിര്യത്ര ദുഃഖസ്യ ച സുഖസ്യ ച. ആദ്യത്തെ വരിക നമുക്കൊക്കെ അത് ആധ്യാത്മിക യോഗം ആണ് ഈ ലോകത്തിൽ സ്വസ്ഥതയ്ക്കുള്ള ആദ്യത്തെ പ്രധാന മാർഗം. മനസ്സാണ് ഈ ലോകത്തിൽ എല്ലാ കുഴപ്പവും ഉണ്ടാവുന്നത് അല്ലേ? ഗുണേഷം ബന്ധായ രഥം വാ പുംസി മുക്തയേ. ഈ മനസ്സ് പ്രാപഞ്ചിക ഗുണങ്ങളെ അന്വേഷിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാക്കും. നേരെ മറിച്ച് ഒക്കെ ഭഗവാൻ നോക്കിക്കോളും. അവിടെ ആ കംപ്ലീറ്റ് സറണ്ടറിങ്ങാണ്ട് വന്നാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഭാഷകാര്യം തന്നെ ഞാൻ പറയത് എന്താ, ഞങ്ങളിങ്ങോട്ട് വരും ഈ സത്സംഗത്തിനോ അല്ലെങ്കിൽ ഇതിലൊക്കെ താല്പര്യമുള്ളവരെ സാധാരണക്കാർ കളിയാക്കുക പതിവ് അല്ലേ? ഒട്ടുമുക്കാലും ഇതൊക്കെ കാര്യത്തിനൊക്കെ ബക്രീനും പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കലാണ് സാധാരണക്കാരൻ്റെ. പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു ശ്ലോകം എന്താ, നിന്ദന്തു നീതി നിപുണ യതിവാത്തു വന്തു ലക്ഷ്മി സമാവിശതു ഗച്ഛതു യഥേഷ്ടം അദ്യൈവ വാ മരണമസ്തു യുഗാന്തരേ വാ ന്യായാൽപഥ പ്രവിചലന്തി പദം ന ധീരാഹ. ധീരാഹ ന പദം വിചലന്തി എന്നാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ന്യായമായി തോന്നുന്ന മാർഗത്തിൽ എന്ത് തടസ്സം വന്നോട്ടെ കുഴപ്പമില്ല, ആ ഒരൊറ്റ ബോധം നമുക്കുണ്ടായാൽ മതി. ഞാൻ മാറ്റോടുന്ന എന്താ എണീറ്റ് ആദ്യം ഹിന്ദി ക്ലാസ്സൊക്കെ തുടങ്ങി ടൂറും പോയി വന്നു എന്ന് പറഞ്ഞു. സാധാരണ നിലയ്ക്ക് അതെന്തുകൊണ്ടാണ് പറ്റുന്നറിയോ? മനസ്സിൻ്റെ ഉറപ്പുകൊണ്ടാണ്. ടോക അതാ പറയുക, ഈ മനസ്സ് എപ്പോഴാ നീതി ഗുണന്മാര് ഇടയ്ക്ക് എന്താ തുതിച്ചു എന്ന് വരാം, അത്തൂയാലുക്ക ശപിച്ചു എന്ന് വരാം. ഇടയ്ക്ക് എന്താ അറിയോ, അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വാദോതൊക്കെ തുടങ്ങിയാൽ തന്നെ ഇപ്പം കാശുണ്ടാക്കാൻ നല്ല വഴിയല്ലേ. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുക, എന്നിട്ട് അത് പറയും ചെയ്യും, സംശയമൊന്നുമില്ല. എന്തോ പറഞ്ഞോട്ടെ. നിന്ദന്തു നീതി നിപുണ യതിവാത്തു വന്തു പറയണ ലക്ഷ്മി സമാവിശതു. ലക്ഷ്മി വന്നോട്ടെ, രക്ഷതു വാ നഷ്ടമായിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും ന്യായാത്പത. നീപ്പോൾ തന്നെ മരിച്ചു എന്ന് വിചാരിക്കുക, മരണം ഒരു യുഗം കഴിഞ്ഞിട്ടാണ് വരുന്നത്. രണ്ടായാലും നമ്മുടേതായിട്ടുള്ള മാർഗത്തിൽ നിന്ന് സത്തുക്കള് ഒരു സ്ഥലത്തും മാറില്ല. അപ്പം ആ സത്തുക്കൾ, അങ്ങനെയുള്ള സത്തുക്കളെ സൃഷ്ടിക്കലാണ് സത്സംഗത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ അമ്മോട് അത്യം പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മേ ഈ മനസ്സിൻ്റെ ഭയം ഇല്ലാണ്ടാവണോ? നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഭയമില്ലാത്തവരൊന്നും ഇവിടെ ഇല്ല. ഓ എന്ത് ചെയ്താലും ഇപ്പം പറഞ്ഞുള്ളൂ, കല്ലടിക്കൂടെ ഏതാ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് പറ്റിയ കുഴപ്പം ആകപ്പാടെ കൂടി എന്തൊക്കെ കുഴപ്പം ഉണ്ടാക്കിയ നിശ്ചയില്ല എന്നാണ് പറഞ്ഞത് അവിടെ ഒരു കുറിപ്പിന്. ചുരുക്കം അത് മരണത്തിലായുള്ള കലാശിച്ചത്. അപ്പോൾ എപ്പോഴും എന്താ അറിയോ, ആ മനസ്സ് നേരെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു ബലം അതുകൊണ്ട് കിട്ടും. അതെങ്ങനെയാണ്? ആ മനസ്സിലെ കാരുണ്യം, അതുപോലെ തന്നെ ഈ സജ്ജനങ്ങൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ
ആ ഒരൊറ്റ സത്സംഗം മതി ജീവനെ ഏതാപത്തിനും രക്ഷിക്കാൻ. നിമി ഇപ്പോഴും പറയും സത്സംഗ സേവതീർന്നണം. ഒരു നിമിഷമായാലും സത്സംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ലാഭമാണ്. ഭാഗവതത്തിൽ അമ്മോട് പറഞ്ഞു കൊടുക്കുക, അമ്മേ ആദ്യം എന്താ അറിയൂ, ഈ മനസ്സിനെ അങ്ങോട്ട് ശുദ്ധാക്കുക. മനസ്സിനെ ശുദ്ധാക്കിച്ചാൽ ആ മനസ്സിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഏതൊക്കെ 3 കാര്യങ്ങൾ? ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ആദ്യം ഭക്തി ഉണ്ടാവും. എന്താ ഈ ഭക്തി? ഭക്തി കാര്യത്തിൽ തന്നെ നമ്മളൊക്കെ വളരെ എന്താ ഭക്തി? രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയാൽ വലിയ ഭക്തനാണെന്ന് പറയുമ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ ഭക്തിയുടെ ശരിക്കുള്ള അർത്ഥം എന്താ അറിയും? ആഗ്രഹങ്ങൾ കുറയുക, ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക, വെട്ടിപ്പിടിക്കാൻ വേണ്ട. എപ്പോഴും പറയും ഭക്തൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണത്രേ തനിക്ക് അധികമൊന്നും വേണ്ട, അപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മതി. ഇതുകൊണ്ട് കഴിയണതും മറ്റുള്ളവരെ സേവിച്ചിട്ടും തൻ്റെ കാര്യങ്ങളെ ചുരുക്കിയിട്ടും ജീവിക്കാൻ സാധിക്കുക. ഇതാണ് ഭക്തി. സംസ്കൃതത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. ആഗ്രഹങ്ങൾ കുറയുക. തന്നെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിൽ അധിക ആഗ്രഹങ്ങളില്ല. പേര് കിട്ടിക്കൊള്ളണമെന്നില്ല, സമ്പത്ത് ഒരുപാട് സമ്പാദിച്ചോളണമെന്നില്ല, തൻ്റെ സുഖങ്ങൾക്ക് അടിസ്ഥാനം വേണമെന്നില്ല. ഇതാണ് ശരിക്കും ഭക്തി. അങ്ങനത്തെ ഭക്തി ഉണ്ടായാൽ ജ്ഞാനവും വൈരാഗ്യവും തന്നെ ഉണ്ടാവും. അപ്പം അമ്മയ്ക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുക, ഈ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ആദ്യം സമ്പാദിക്കണം. സമ്പാദിച്ചിട്ട് എന്ത് ചെയ്തോളണം? അതിന് ഈ ഭക്തി ജ്ഞാന വൈരാഗ്യം ഉണ്ടാവണച്ചാൽ മഹാത്മാക്കളെ പോയി കാണും. സമൂഹത്തിൻ്റെ സുഖം നോക്കിയിട്ട് തൻ്റെ സുഖ ദുഃഖങ്ങളെ സഹിച്ചുകൊണ്ട് സഞ്ചരിച്ചും തിരിക്ഷവ കാരുണിക മറ്റുള്ളവരോട് ദയ കാണിച്ചും ഉള്ള സജ്ജനങ്ങളുടെ കൂടെ നടക്കുക. അപ്പോഴേ ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവുള്ളൂ. ഇവിടെ അമ്മയ്ക്ക് അതും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയെ അതിന് ഇമാതിരിയുള്ള മഹാത്മാക്കൾ അവരുടെ കൂടെ പോവുക. കൂടെ പോയാൽ എന്താ ഗുണം? അതും വാസ്തവമാണ്. സജ്ജനങ്ങളുടെ കൂടെ പോയാൽ എന്താ അറിയൂ? സാമൂഹ്യമായിട്ടുള്ള അവരുടെ ആ ഭാവം നമ്മൾ കാണും. പ്രപഞ്ചത്തിനോട് ഒരുപോലെ പെരുമാറുക ഒക്കെ നല്ല തത്വങ്ങളായിട്ടാണ് പറയുക. സതം പ്രസംഗന്മവീര്യ സംവിദു ഭവന്തി കർമ്മരസാജന കഥ തജ്യോഷണാദർശപവർഗവർമ്മനി ശ്രദ്ധാരതിർ ഭക്തിരനുക്രമിഷ്യതി. സജ്ജനങ്ങളെ കാണാൻ പോയാൽ ഏറ്റവും വലിയ ഗുണം എന്താ? അവരവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറയും. അവരുടെ അനുഭവം പറയുമ്പോൾ നമുക്കും തോന്നും, എന്നാൽ ഞാനും ഇതിലൊന്ന് ശ്രമിച്ചു നോക്കിക്കളയാം. എനിക്ക് നല്ലൊരു അനുഭവം. അത് എന്താ അറിയൂ, ഇങ്ങനത്തെ കഥ എന്തോ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞേള്ളൂ. അപ്പോഴേക്കും അവിടെ കട്ടി ഇവൻ്റെ പ്രായമായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ഈ മിടുക്കൻ്റെ പ്രായമായിട്ടുള്ളൊരു കുട്ടി രാവിലെ ഈ കപിലോപദേശം വരെ 8:30 നിർത്തിയപ്പോഴേക്കും ഈ അധ്യായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്നു എൻ്റെ അടുത്ത്. എന്തൊക്കെയോ മന്ത്രത്തിൻ്റെയൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് ഒരു മന്ത്രം വേണമെന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കെന്തിനാ മന്ത്രം? വെളിച്ചാൻ പണിയിട്ട് അമ്മ ഈ 2 അടി ദിവസം കിട്ടുന്നുണ്ട്, അതൊന്നും ഒഴിവാക്കാനാണെന്ന്. പിന്നെ ഞാൻ ചോദിച്ചു, എന്തിനാണ് അടി കിട്ടണത്? രാത്രി കുറേശ്ശെ ക്ലോസറി നനയ്ക്കുന്ന ഏർപ്പാടുണ്ട്, അതൊന്നും ഒഴിവാക്കാൻ വല്ല മന്ത്രവും. ഞാൻ വേഗം അവനെ വിളിച്ചിട്ട് ഹനുമാൻ്റെ ഒരു 12 നാമങ്ങളുണ്ട്. ഹനുമാൻ അഞ്ജനാസൂനു വായുപുത്രോ മഹാബല രാമേഷ്ട ഫൽഗുനസഖാ പിംഗക്ഷ അമിത വിക്രമ ഉദധിക്രമണച്ചൈവ സീതാശോക വിനാശന ലക്ഷ്മണ പ്രാണദാതാ ച ദശഗ്രീവസ്യ ദർപ്പക ദ്വാദശൈതാനി നാമാനി കവീന്ദ്രസ്യ മഹാത്മന ഭക്ത്യാ യുക്തസ്യ യോ മർത്യ ഹനുമന്തം കൃതാഞ്ജലി സ്വാപകാലേ പ്രബോധേ ച യാത്രാകാലേഷു യഃ പഠേത് തസ്യ സർവഭയം നാസ്തി സർവത്ര വിജയീ ഭവേൽ.
ഹനുമാൻ്റെ 12 മന്ത്ര. ശരിക്കും പറയാൻ ഉറങ്ങാൻ പോകുമ്പോൾ യാത്രകളിൽ ഇതൊക്കെ സ്മരിച്ചാൽ അവനെപ്പോഴും വിജയം ഉണ്ടാവും, അപകടമൊന്നും ഉണ്ടാവില്ല. ഈ മന്ത്രം എഴുതി കൊടുത്തു. ഇതൊരു 21 പ്രാവശ്യം ജപിച്ചിട്ട് കിടന്നാൽ മതി, ഇന്ന് മുതൽ കേട്ടു പോന്നു. ചെറിയ കുട്ടി അവൻ്റെ പ്രായം എഴുതു കൂട്ടണ്ട് പഠിച്ചു കിട്ടോ. രാത്രി പിറ്റേ ദിവസം ഞാൻ നിർത്തിയപ്പോഴേക്കും ചിരിച്ചു നിൽക്കുന്നുണ്ട്. എന്തേ ചോദിച്ചു, ഇന്നടി കിട്ടിയില്ല എന്ന്. എന്തേ ഇന്നലെ ആ സമയത്ത് ഉണർന്നു. അപ്പം എന്താ അറിയോ, ഇതാണ് സജ്ജനങ്ങളായിട്ടുള്ള സംഘം കൊണ്ട് എന്തെങ്കിലും നമ്മൾ എന്താ അറിയോ തജ്ജോഷണാൽ അത് കേൾക്കുമ്പോൾ ഒത്തിരി പാട്ട് വേണം. ഞാൻ 8 പേരാണ്ട കിടക്കുന്ന രാവിലെ മേർക്ക് പറഞ്ഞ മാതിരി 10-12 സപ്താഹം 13 സപ്താഹം ആകെ. പക്ഷേ ഇദ്ദേഹം വന്നപ്പോഴേക്കും കട്ടി തൊടിയിലേക്ക് ഇറങ്ങി നനയ്ക്കാൻ തുടങ്ങി. കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും എന്താ പറയുക, നമ്മുടെ ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും തോന്നും എന്നാൽ അങ്ങനെയൊക്കെ ആയിക്കളയാം. അതാണ് തജ്ജോഷണാൽ. ആ ഈശ്വര കഥകളും അനുഭവങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നാം? അപവർഗവത്മനി ശ്രദ്ധാരതി. ആ മോക്ഷമാർഗത്തിൽ ശ്രദ്ധ. എന്താ ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ? മാഷന്മാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പ്രയോഗം അല്ലേ, ഇവിടെ ശ്രദ്ധിക്കൂ എന്നുള്ളത്. എന്താ ശ്രദ്ധ? വിശ്വാസവും ഭക്തിക്കുമാണ് ശ്രദ്ധ. ശാസ്ത്രസ്യ എന്താണ്? ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവതാരണ ശ്രദ്ധ. വിവേക ചൂടാമണി പറയുക ശാസ്ത്രം. നമ്മുടെ പുരാണങ്ങളെയൊക്കെ ശാസ്ത്രം എന്നാ പറയുക. എന്താ കാരണം? ശാസനാൽ ത്രായത്തെ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിൽ ഈ അർത്ഥം കിട്ടില്ല എന്നാണ് വാക്കുകൾക്ക്. അടുത്തൊരു മാസികയിലുണ്ടായിരുന്നു സംസ്കൃതം, അതുപോലെ ദേവനാഗരി ലിപി. അതുകൊണ്ടൊക്കെയാണ് ആ കിണ്ടിക്കും കുറച്ച് എന്താ കാരണം വെച്ചാൽ ഈ ദേവനാഗരി ലിപി അധികം സംസ്കൃതത്തിനോട്, ഈ സംസ്കൃത ഭാഷയ്ക്ക് ധാത്വർത്ഥങ്ങളില്ലാത്ത വാക്കില്ല എന്നാണ്. 2000 ധാതുക്കളിൽ നിന്ന് 18 ലക്ഷം വാക്കുകൾ സംസ്കൃതത്തിലുണ്ട്. ഇംഗ്ലീഷിൽ അത്ര തന്നെയില്ല. 2ാം സ്ഥാനം ഇംഗ്ലീഷിലാണ്. 16 ലക്ഷം വാക്കുണ്ട് എന്നാണ്. പക്ഷേ ധാത്വർത്ഥം ഉണ്ടാവുന്നത് കഷ്ടിയാണ്. ഞാൻ എപ്പോഴും പറയും, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ മര്യാദയ്ക്കുള്ള മോഷണം. പല വാക്ക് കൊടുത്താൽ നമുക്ക് തോന്നും, എന്താ അറിയോ, വാക്കുകളെ നമ്മളിങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ അച്ഛന് സംസ്കൃതത്തിലെ പിതര്, അത് കൊണ്ടുപോയിട്ട് അവർ ഫാദറ്. അതുപോലെ തന്നെയാണ് അമ്മയ്ക്ക് മാതര്. മാതര് എന്നുള്ള വാക്കിനെ കൊണ്ടുപോയിട്ട് മദറ്. ഭ്രാതറ് സഹോദരന്, ബ്രദറ്. വാതിലടക്കം ഹിന്ദിയിൽ ദാര് എന്നാണ് വാതിലിന്. ദാര് കൊണ്ടുപോയിട്ട് ഡോറ്. ഇക്കണക്കിന് നോക്കിയാൽ ഭാഷയിൽ കുറേ വാക്കുകളുണ്ട് അങ്ങനെ. കാരണം സംസ്കൃതത്തിൽ നിന്ന് നേരെ മര്യാദയ്ക്കുള്ളൊരു മോഷണം അങ്ങോട്ട് നടത്തിയിട്ട്. അപ്പോൾ ആ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. എന്താ അത് ഉച്ചരിക്കാനും അത് കേൾക്കാനും. അതാണ് നമ്മുടെ ഈ പുരാണങ്ങൾക്കുള്ള ഏറ്റവും വലിയ, നോക്കിയിരുന്നാൽ മതി ഈ ദേവനാഗരി ലിപി. അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ശരീരത്തിൽ ഈ അക്ഷരങ്ങൾക്ക്, ഭാവങ്ങൾക്ക്, അക്ഷരങ്ങൾക്കും ഛന്ദസ്സുകൾക്കും വൃത്തങ്ങൾക്ക്, അതിനൊക്കെ ഒരു മനസ്സിൽ ഒരു പ്രത്യേക താളം സൃഷ്ടിക്കാൻ കഴിയുന്ന പറയാം അല്ലേ. പണ്ടൊരു ആ ചെമ്മീനൊക്കെ വന്നപ്പോൾ ഒരു പാട്ടുണ്ടായിരുന്നു, എന്ത് കടലിനക്കര പോണോരേ കടലിനക്കര പോണോരേ എന്നൊക്കെ. അമ്മാതിരി ആ വൃത്തങ്ങൾക്കടക്കം സംസ്കൃതത്തിൽ ഇന്നത്തെ വേണ്ടാത്ത വൃത്തങ്ങളല്ല, ഇതൊക്കെ തൽക്കാല പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. സംസ്കൃതത്തിൽ അതല്ല, അത് സ്ഥിരമായിട്ടുള്ള നല്ല പ്രകമ്പനങ്ങളെ സൃഷ്ടിക്കും എന്നാണ്. അപ്പോൾ നാരായണീയത്തിനൊക്കെ ഉള്ള പ്രത്യേകത അതാണ്. നാരായണീയത്തിലെ വൃത്തങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതാ വേണ്ട മാതിരി വൃത്തത്തിൽ ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം അറിയൊന്നും വേണ്ട, അതിൻ്റേതായിട്ടുള്ള ഭാവം നമുക്കുണ്ടാവും എന്നാണ് പറയാം.
ഇതാണ് സത്സംഗങ്ങളെ കൊണ്ടുള്ള ഗുണം. നമുക്കിതിൻ്റെ മാഹാത്മ്യം കുറച്ച് മനസ്സിലാവും. അങ്ങനെ കുറച്ച് മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പറയണ ശ്രദ്ധ. ഈ ശ്രദ്ധ എന്നുള്ള വാക്കുന്ന നമ്മൾ ഇവിടേക്കൊക്കെ പോയത്. ഇത് ഇത് പറയണതൊക്കെ സത്യം. ഇതിനെ അന്വേഷിക്കാൻ നടക്കണ്ട. നമ്മളിടയ്ക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവോ? ശരിക്കും ഉണ്ടാവുമോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഉണ്ട്, ഉറപ്പിച്ചോളാം. അതാ ശ്രദ്ധ. പുരാണങ്ങൾ നമ്മുടെ അച്ഛനമ്മമാർ അവരുടെ അനുഭവത്തിൽ നിന്നാണ് പലതും പറഞ്ഞു തരാം. അപ്പം ഈ പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോൾ അതിനെ നമ്മളെ യുക്തിവാദത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ അതിനെ നോക്കാൻ പാടില്ല എന്നാണ്. അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുക. അതാ ശ്രദ്ധ. അതുണ്ടാവും അല്ലേ? ഇപ്പോൾ ചമ്മണം മണിഞ്ഞിരിക്കാൻ മൂപ്പരാട്ടി അതാ പറഞ്ഞത്. വടക്കോട്ട് പോയി എപ്പോഴും അത് പഠിപ്പിക്കില്ല കേട്ടോ അല്ലേ? ഞങ്ങൾ രുദ്രാക്ഷം വാങ്ങാൻ പോണ ഒരു കടയുണ്ട് ഇവിടെ കാശി. അവിടെയൊക്കെ ഒട്ടും കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ കോസറി ഇട്ടിട്ടുണ്ടാവുള്ളൂ. ചമ്മണം മറിഞ്ഞിരുന്നോളണം. എങ്ങനെയെങ്കിലും അധികം കസേല ഉണ്ടാവില്ല. നമ്മളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഇരുത്തത്തിൻ്റെ കാര്യം തന്നെ അല്ലേ? പണ്ട് കാരണവന്മാരെ അമ്മമാരെ തറവാട്ടുകളിൽ ഊണ് കഴിക്കാതിരിക്കുമ്പോൾ നേരെ ഇരുന്നിട്ടില്ല ചാണ്ടതാ നിക്കറ അവിടെ നിന്നാന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒക്കെ ഡൈനിങ് ടേബിളായി. അപ്പോൾ ഉള്ള അരമണിക്കൂർ ഇരുത്തവും കൂടി ഇല്ലാണ്ടേ അല്ലേ? അപ്പം ആദ്യം എന്താ അറിയോ? ഈ ഇപ്പം ആശ്രമങ്ങളും ഒക്കെ അതിൽ പെട്ടു കിട്ടും. എന്താ കാരണം വെച്ചാൽ ഒക്കെ പ്ലേറ്റ് വാങ്ങലും. ഞാൻ പറയലേ പിച്ചെടുക്കാനുള്ള യോഗം തീർക്കലെന്ന് അല്ലേ? പ്ലേറ്റുമായിട്ട് കണ്ടവരുടെ മുമ്പിൽ പോയിട്ട് കയ്യിൽ നിന്ന് എന്താ അതിനൊരു നല്ല പേര് ഇട്ടിട്ടുണ്ട്, ബഫയോ കൊഫയോ അല്ലേ? ഇപ്പൊക്കെ തിരിച്ചിലൊഴിവാക്കാൻ ആശ്രമങ്ങളിലും ഇപ്പം കല്യാക്കുളങ്ങരയും കൂടി അടുത്ത തപ്പാകുന്നവർക്ക് അതാണെന്നാണ്. പ്ലേറ്റൊക്കെ വാങ്ങി പ്ലേറ്റ് വാങ്ങൽ കഴിഞ്ഞു. അപ്പോൾ എവിടെ വെച്ചാൽ പോയിരുന്നു ഉണ്ടോട്ടെ എന്നാണ്. പണ്ടങ്ങനെയല്ല. ഒക്കെ ഇരുത്തി വേണ്ട മാതിരി അടുക്കളയിൽ ഇരിക്കാനെങ്കിലും പഠിക്കും. ഇതൊക്കെയാണ് ശ്രദ്ധ. ഈ പഴയ കാലത്തെ ആചാരങ്ങൾ അതിൻ്റെയൊക്കെ അപകടം. ഞാൻ പണ്ടത്തെ ഈ തറവാട്ടുകളിൽ ഈ പച്ചക്കറി വാങ്ങാൻ പോക്കേയില്ല. ഇല്ലല്ലോ. അതിനൊരു തന്നെ കേക്ക് എങ്ങനെയറിയോ? 12 മാസം എങ്ങനെയാണ് കഴിച്ചു വിട്ടു വെച്ചാൽ ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും കൂർക്കയും മുമ്മാസം, പിന്നെ താളും തകരയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. 12 മാസവും കഴിഞ്ഞു. ഒരു വിഷം ചേർത്ത പച്ചക്കറിയും വാങ്ങാൻ പോണ്ട അല്ലേ? ഇപ്പൊക്കെ ചക്കടയും മാങ്ങടയും കാല. അത് ഞങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. എന്താ ചക്കടയും മാങ്ങടയും പ്രത്യേകത? ചൂട് കാലത്ത് ഈ ആന്തരികമായിട്ടുള്ള ചൂടുകൊണ്ട് പുറത്തുള്ള ചൂടിനെ സഹിക്കാൻ പഠിപ്പിക്കലാണ് ചക്കയും മാങ്ങി. പണ്ടൊക്കെ ഈ വീട്ടുകളിലൊക്കെ ഒട്ടുമുക്കാലും തറവാട്ടുകളിലൊക്കെ വേനൽക്കാലമായി എന്താ ഉണ്ടാവുക? മാങ്ങാപ്പുളിയും ചക്കപ്പേരി തന്നെ അധികം ഉണ്ടാവുക അല്ലേ? അപ്പം അതാണ് ചക്കയും മാങ്ങയായിട്ട് മുമ്മാസം പൊക്കളി. പിന്നെ 3 മാസം കഴിയുമ്പോഴേക്ക് ചേനയും കൂർക്കയും പറിക്കാറായി. അതും കട്ടി മുമ്മാസം പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ കുരുവും അതും നോക്കി ഉണ്ടാവും. അതാ ചക്കക്കുരുവൊക്കെ ഉണക്കി എടുത്ത് വെച്ചാലും കേടുവരാണ്ട് അങ്ങനെ ഒരു മുമ്മാസം കഴിയും. പിന്നെ താളും തകരയൊക്കെ ഉണ്ടാവും എല്ലാം കൂടിയിട്ട്. അപ്പം എന്താ അറിയോ? ജീവിതത്തിൽ അധികം പരിഭ്രമല്ല. എന്താ വേണ്ടെന്ന് ഇന്നിപ്പോൾ വൈകുന്നേരം ഇപ്പം ക്ഷീണിച്ച് വരുന്ന ഭർത്താവിനോടാ ഒരു പിക്കപ്പ്, ഒന്ന് മാർക്കറ്റിൽ പോയി വരും, നാളെ രാവിലേക്ക് എന്തെങ്കിലും വേണ്ടേ അല്ലേ? പണ്ടത് അന്വേഷിക്കണ്ട. രാവിലെ ആയാൽ തൊടിയിലേക്ക് ഇറങ്ങിയാൽ ഇപ്പോഴും മൂപ്പിലൊക്കെ ഭാഗ്യവാനാ കേട്ടോ. അത്യാവശ്യമൊക്കെ തൊടിയിലൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അതുകൊണ്ട് എന്തുണ്ട്? ഈ ഗുണം കിട്ടും. ഇതാണ് ഇതൊക്കെ ശ്രദ്ധയിലാപ്പെടുക. എന്താ അറിയോ? ഈ വക ഈ വേണ്ടാത്ത ഭക്ഷണങ്ങളിലധികം എന്താ ഇന്നിപ്പോൾ അതൊന്നുമില്ല. കുട്ടികളോടൊക്കെ ചോദിച്ചാൽ എത്ര അപകടമാക്കുന്നുണ്ട് അറിയോ? നമ്മുടെ കുട്ടികളെ തന്നെ എന്താ അവൾ നോക്കുന്നുണ്ട്, എന്താ പറയാൻ പോകണോ? ന്യൂഡിൽസ് ഇടയ്ക്കിടയ്ക്ക് ഇല്ലേ?
എത്ര അമ്മമാരാ അങ്ങനെ കുട്ടികളെ കേടുവരുത്തുന്നത് അറിയോ? വേണ്ടാത്ത ആഹാരം വാങ്ങിക്കൊടുത്ത് എളുപ്പമാണ് ഈ ഉണങ്ങിയ ഉപ്പുമാവേ ഒന്നും കൂടി ചൂടാക്കി വെള്ളവും പറന്ന് കൊടുത്താൽ എന്തൊക്കെ രോഗങ്ങളാണ് അതുകൊണ്ട് വരികയെന്ന് ആലോചിച്ച് നോക്കും. അതിന് പകരം അല്ലേ ഇതൊക്കെ ശ്രദ്ധയില്ലായ ഇന്ന് നമുക്ക് ഈ ശ്രദ്ധ കുറയാണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സത്സംഗം ഉണ്ടായാൽ എന്താ അറിയോ? ഈ ശ്രദ്ധ ഉണ്ടാവും. എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരാശ്രമങ്ങളിൽ പോയി കുറച്ച് ദിവസം നിന്നു ഇടയ്ക്കും തന്നെയാവും. വല്ല അരി കൊണ്ട് ഉപ്പുമാവോ, ഇപ്പം ഞങ്ങളുടെ ഒരു സപ്താഹം കഴിഞ്ഞ് വേറൊരു അരി കൊണ്ട് ദിവസവും ഉപ്പുമാവ് തന്നെ രാവിലെ ചെയ്യാം. അരി മാത്രമേ ഇടും, ഇഡ്ഡലിയില്ല, ദോശയില്ല. എന്താ ഈ ലാഭം പറ്റില്ല. അപ്പം അതൊക്കെ കുറച്ചൊരു നല്ല കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ തന്നെ ഉണ്ടാവും സത്സംഗം കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി. അതുകൊണ്ടാണ് ഗൃഹസ്ഥൻ ഭാഗവതപ്രകാരം കൊല്ലത്തിൽ ഒരു തീർത്ഥയാത്രക്കെങ്കിലും പോകണമെന്ന്. എന്തിനാ ഈ തീർത്ഥയാത്രയ്ക്ക് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഈ അനുഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലെ സുഖങ്ങളെയൊക്കെ ഒന്ന് വിട്ട് തൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെയും ജീവൻ നമ്മുടെ മനസ്സിൻ്റെ നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് വഴങ്ങാതെയും ജീവൻ കഴിച്ചു കൂട്ടും എന്ന പാഠം പഠിക്കാൻ ഭാഗവത്തിൽ ഗൃഹസ്ഥധർമ്മം പറയുമ്പോൾ തന്നെ പറയും. അപ്പം അമ്മോട് പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മേ സജ്ജനങ്ങളെ പോയി കാണുക, അവരിൽ നിന്ന് ശ്രദ്ധ, രതി, എന്താ രതി, നല്ല കാര്യത്തിൽ താല്പര്യം ഉണ്ടാവുക, ഭക്തി, അത് രണ്ടും വന്നാൽ ഭക്തിയും തന്നെ ഉണ്ടാവും. അനുഷ്ഠാനങ്ങൾ തുടങ്ങും അല്ലേ? ഇപ്പം ഇവിടെ തന്നെ എത്ര ആൾ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ് വന്ന? അതിന് ഇന്ന ഗുണങ്ങളുണ്ട്. അത് മനസ്സിലാവുമ്പോഴാണ് ഓ എന്നാൽ നാളെ മുതൽക്ക് ഞാനും അത് തുടങ്ങണുണ്ട് ഇല്ലേ? ഇപ്പം ലളിതാ സഹസ്രനാമമൊക്കെ അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളൊക്കെ പഠിച്ചു. മറ്റേ നമ്മളിതൊന്നും തൊടാൻ പാടില്ല എന്നും പറഞ്ഞ് അവിടെ എടുത്തു വയ്ക്കുകയുള്ളൂ അല്ലേ? സഹസ്രനാമം ആയാലും ഇപ്പം എന്താ എത്രയോ ആൾ സഹസ്രനാമം ജപിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് കഴിയുന്നത്? ഈ ശ്രദ്ധയും രതിയും സത്സംഗവും ഉണ്ടാവുകൊണ്ടാണ്. അപ്പം അമ്മോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ സത്സംഗം ആദ്യം ഉണ്ടാവുക. സത്സംഗം ഉണ്ടായാൽ മനസ്സ് ശുദ്ധാവും. ആ മനസ്സ് ശുദ്ധമായിട്ടുള്ള മനസ്സിൽ തന്നെ പ്രകാശിപ്പിക്കുന്ന ഭഗവാനെ കാണാനും കഴിയും. അപ്പം ദേവകൂരി ചോദിച്ചു, അത്ര വേഗമൊന്നും ഈ സത്സംഗം ജീവന്മാർക്ക് തരാവില്ല. അപ്പോൾ ഈ മനസ്സാണെച്ചാൽ ശുദ്ധാവും വേണം, അതിന് വേറെ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കപിലോപദേശത്തിൽ 2 അധ്യായം ഇതിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, സഗുണമായിട്ട് മനസ്സിനെ എങ്ങനെ ഉയർത്താം, നിർഗുണമായിട്ട് മനസ്സിനെ എങ്ങനെ ഉയർത്താം. അതിനാദ്യം കുറേ ചിട്ടകളാണ് പറഞ്ഞു കൊടുക്കുക. ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. സത്സംഗത്ത് പോകണം. ഇപ്പോൾ ഇവിടെ കോഴ്സിന് പോകാത്തവരധികമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഒരു കോഴ്സുണ്ട്, 2000-ൻ്റെയും അല്ലേ 1200-ൻ്റെയൊക്കെ എന്താ ശ്രീ 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 അല്ലേ? കോഴ്സിന് പോയിട്ടും മനസ്സ് നേരെ ആവണുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് അപകടമായിട്ട് തന്നെ എപ്പോഴും. എൻ്റെ കാരണം ഈ കോഴ്സ് പറയുന്നത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കാൻ ആളില്ല. അതാണ് പറ്റുന്നത്. ക്ലാസ് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് പറയുക. അതിനാണ് അവിടെ പോകണം, അത് പഠിക്കണം. മനസ്സിനെ പിടിച്ച് നിർത്താൻ ഭാഗവതത്തിൽ ഏറ്റവും അധികം പറയാം, സ്വധർമ്മേണ ബലീയസ. അവനവൻ്റെ പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ആദ്യം ചെയ്യാൻ പഠിക്കാം. ഇന്ന് പല സ്ഥലത്ത് പോയാലും അതല്ലാത്തത് അല്ലേ? എന്നോടൊരു ആത്മീയക്കാരനെ പറ്റിയിട്ട് എൻ്റെ ചെറിയമ്മന്നെയാണ് പറഞ്ഞ, അയാൾ ദേവി ഭാഗവതമൊക്കെ ഭംഗിയായിട്ട് പറയും, പക്ഷെ സ്കൂളിൽ വന്ന ഇങ്ങനെ ഒരു മടിയനെ വേറെ കാണില്ല. എൻ്റെ ചെറിയമ്മ എന്നോട് പറഞ്ഞതാ. അതായത് ഒരാളെ പറ്റി പറയുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ, അപ്പം എന്താ പറയുക, ആദ്യം വേണ്ടത് അവനവൻ്റെ പ്രവൃത്തി ഭംഗിയാക്കുക. മനസ്സിന് സ്വസ്ഥതയ്ക്ക് ഏറ്റവും നല്ലത് നമ്മൾ പഠിപ്പിക്കണോ, ആ പഠിപ്പിക്കലാണ് തൻ്റെ ജോലി. അതിന് ഞാൻ ആ കഴിയുന്നിടത്തോളമൊക്കെ അല്ലേ, ടീച്ചർ എപ്പോഴും ഒരു സ്റ്റുഡൻ്റാണെന്നാണ് പറയാം. ഏത് ടീച്ചറും ഏത് കാലത്തും ഒരു സ്റ്റുഡൻ്റ്. എന്താ കാരണം? കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് മറ്റുള്ളവർക്ക് ഇതാണ് ഇവിടെ ആദ്യം. ഭക്തി നിങ്ങൾക്ക് വർദ്ധിക്കണോ, മനസ്സിനെ പിടിച്ച് കെട്ടണോ, സ്വധർമ്മേണ ബലീയത. നല്ല അവനവൻ്റെ ഡ്യൂട്ടി
ഭംഗിയായിട്ട് ചെയ്യുക. ഇല്ലേ, പണ്ട് നമ്മുടെ തറവാട്ടിലൊക്കെ ഏത് മുത്തശ്ശിമാരെങ്കിലും വെളുത്താകുമ്പോൾ കിടക്കണ കണ്ടിട്ടുണ്ടോ? തീരെ നീക്കാൻ വയ്യാണ്ട് തന്നെ കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ നീട്ട, ഒന്നുമില്ലെങ്കിൽ മിറ്റടിച്ചൂര്, ഒന്നുമില്ലെങ്കിൽ ഉച്ചയ്ക്ക് കഷ്ണം നുറുക്കുക, എന്തെങ്കിലും ചെയ്താൽ 4 മണിക്ക് നീട്ടിരുന്നിട്ട് ഇല്ലേ, ഒരു 5 മണിയാകുമ്പോഴേക്കെങ്കിലും നീക്കാത്തവരാരും ഉണ്ടാവില്ല. ബട്ട് അതാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ആദ്യം സ്വധർമ്മം പൂർണ്ണമായിട്ട് പാലിക്കുക. പിന്നെയോ സത്യം പറയുക, എല്ലാവരോടും ദയോടുകൂടി പെരുമാറുക, അധികം വർത്തമാനം പറയേണ്ടിരിക്കുക. ആവശ്യമില്ലാണ്ട് ഈ നാവുണ്ടല്ലോ 2 കാര്യത്തിലും ഭാഷണേ ഭോജനേ പിച്ചാം ജിഹ്വേ പ്രമാണം ജാനീഹി. നാവിനോടൊരു അപേക്ഷയുണ്ട് എന്നാണ് ആത്മീയക്കാർക്ക്. എന്താ? നാവേ 2ലും കണക്ക് നോക്കണം കേട്ടോ. ഏതിലൊക്കെയാ? ഭാഷണേ ഭോജനേ പിച്ച, വർത്തമാനം പറയുമ്പോഴും കഴിക്കുമ്പോഴും. എന്താ ഈ വർത്തമാനം? മൗനം. അതൊരു നല്ല ശീലമാണ് അത്ര. ആവശ്യമില്ലാതെ വർത്തമാനം പറയില്ല എന്ന് ഉറപ്പിക്കുക. ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം കുറച്ച വാക്കുകളെ കൊണ്ട് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും വാക്ക് കുറയ്ക്കുക. എപ്പോഴും പറയലുണ്ട്, ഈ പല്ലിന് രാവിലെ നീട്ടാൻ നാവിനോടൊരു അപേക്ഷയുണ്ട് അത്ര. എന്താ അപേക്ഷ അറിയോ? നാവേ വൈകുന്നേരം വരെ ഒതുങ്ങി കിടക്കണം കേട്ടോ. എന്തേ? നീ വല്ല അധിക പ്രസംഗവും പറഞ്ഞാൽ എൻ്റെ സ്ഥാനത്ത് തെറ്റുക എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന നാവിനോട് പല്ലിൻ്റെ പ്രാർത്ഥനയാണ്. എന്താ? സാധാരണ നിലയ്ക്ക് ഇരി പ്രാർത്ഥയത്തെ ദന്ത ഹേ ജിക്വേ ബഹുമാവത ത്വയാപരാധേ തു കൃതേ സ്ഥാനഭ്രംശോ ഭവേന്മമ. അധിക പ്രസംഗം പറഞ്ഞാൽ നാവ് മുറിക്കുന്ന ആരും പറയില്ലവോ. എന്താ പറയുക? പല്ലടിച്ച് കുഴിക്കും എന്ന്. അപ്പം ആദ്യം അത് ശീലിക്കുക, മൗനം ശീലിക്കുക. എന്നിട്ട് നാമജപാദികൾ അത് കുറച്ചുണ്ടാവുക. എന്താ നാമജപാദികൾ? കുറച്ചെങ്കിലും എല്ലാ ദിവസവും അഷ്ടോത്തരെങ്കിലും ചൊല്ലി ശീലിക്കുക. പരം ആയുഷ്യവർദ്ധനം. ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തരം പറഞ്ഞാൽ എന്താ പറയുക? കൃഷ്ണസ്യ പരം ആയുഷ്യം, ആയുസ് വർദ്ധിക്കും. എന്താ ആയുസ് വർദ്ധിക്കാൻ കാരണം? മനസ്സ് വേണ്ടാത്തോടത്തേക്ക് പോവില്ല. ഇനിയിപ്പോൾ എന്ത് വന്നാലും മനസ്സിനൊരു ഉറപ്പ് കിട്ടും. ഈ ഉറപ്പാണ് അത്രേ. ഇപ്പോൾ മാട്ടെണ്ണീറ്റ് നിർത്തിയതും കൂടി എന്തുകൊണ്ടറിയോ? ഞാനത് പറയുമ്പോൾ അതാ പറയാം, രോഗം മാറുന്നത് മാറും, അത് ഉറപ്പാണ്. എന്തോ ഘട്ടകാലത്തിന് അങ്ങനെ വന്നു. അപ്പോൾ ഈ ഉറപ്പ് നമുക്കുണ്ടായാൽ എന്നും അതൊരു വിജയമായിട്ട് മാറുമെന്നാണ് പറയാം. അപ്പം അതുകൊണ്ടാണ് ഈ നിത്യമായിട്ടുള്ള നാമജപങ്ങൾ, അഷ്ടോത്തരോ ഭാഗവതോ സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ഇതൊക്കെ കുറച്ച് ഉപാസിക്കാൻ തുടങ്ങിയാൽ ഈ മാനസിക ബലം നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉദാഹരണത്തിനാണ് അഷ്ടമസ്കന്ധത്തിൽ ഭാഗവതത്തിൽ പാലാഴിമഥനം കൊണ്ടുവരിക. പാലാഴിമഥനം കൊണ്ടുവരുമ്പോൾ തന്നെ കഥ പറയുക, ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ദേവന്മാർക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ശരിക്കും ദുർവാസാവിൻ്റെ എല്ലാ ശാപം നമ്മുടെ ജന്മജന്മങ്ങളായിട്ടുള്ള വാസനകളാണ്. എപ്പോഴും പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ തച്ഛാന്തി ഔഷധേർ മന്ത്രേർ ജപ ഹോമാർച്ചനാദിഭി. പൂർവജന്മകൃതം ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ ജന്മങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് ബാക്കി ഉണ്ടാവും. അത് കളയാൻ വേണ്ടിയിട്ടാണ് തച്ഛാന്തി. ഈ പൂർവജന്മകൃതമായിട്ടുള്ള ദുഷിച്ച വാസനകളെ കൊണ്ട് വല്ല ഫലവും നമുക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനുള്ളത് ഔഷധേർ ഹോമേർ, മരുന്ന്, മന്ത്രം, ജപം നമ്മൾ തന്നെ ജപിക്കുക, അർച്ചന, ഇതൊക്കെ ആവശ്യം. ഇതിപ്പോൾ വാസ്തവമാണത്. നമ്മൾ പലപ്പോഴും ഇതൊക്കെ ശീലിച്ച ആൾക്കാർക്ക്, എനിക്കെപ്പോഴും നമ്മുടെ പരിചയക്കാരനായിട്ട് പുല്ലിശ്ശേരിക്കാരനൊരു നാരായണ പണിക്കർ ഇവിടെ ഒരു നിർമ്മലാനന്ദ സ്വാമി താമസിച്ചിരുന്നു. സന്യാസമൊക്കെ സ്വീകരിച്ചിട്ട് മൂപ്പരുടെ ബന്ധുവാണ്. ഇയാൾ പണ്ടേ ഭാര്യ മരിച്ചു പ്രസവത്തിൽ.
പിന്നെ അങ്ങനെ ഗുരുവായൂർ പോയി ഒരു ബിൽഡിങ്ങും വാങ്ങി അവിടെ കൂടിയതാണ്. ഞാൻ ആ ഗുരുവായൂർ കൂടിയൊക്കെ പോകണ്ടെച്ചാൽ മൂപ്പര് നിർബന്ധിച്ച് അവിടെ താമസിക്കണം. സത്സംഗത്തിൻ്റെ വലിയ സെൻ്ററായിരുന്നു അത്. കാരണം ഇപ്പോൾ ഭാരതത്തിൽ ഏതൊക്കെ മഹാത്മാക്കളുണ്ടെച്ചാൽ അവരൊക്കെ ഗുരുവായൂർ വരുമ്പോൾ ഈ മൂപ്പരെ വീട്ടിലെ കൊണ്ട് താമസിപ്പിക്കുക. രംഗനാഥാനന്ദ സ്വാമി മുതൽക്ക് എല്ലാവരും ആ മൂപ്പര് ഇതൊക്കെ ചെയ്തതിൻ്റെ ഫലം മൂപ്പർക്ക് കിട്ടി. മൂപ്പർക്ക് മരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പേടിയായിരുന്നു. ഒരു 80-82 വയസ്സേ ആയിരുന്നുള്ളൂ. ഗുരുവായൂരപ്പനെ സേവിക്കുന്ന അദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പാനം കഴിഞ്ഞേ ഉള്ളൂ മൂപ്പര് വീട്ടിൽ പോയതാണ്. വീട്ടിൽ പോയി വലിയ പേടിയുണ്ടോ മരിക്കാൻ പറഞ്ഞാൽ. രാവിലെ എങ്ങനെയാണ് മരിച്ചു കിടക്കണമെന്ന് വെച്ചാൽ മരുമക്കൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ വേഷ്ടിയൊക്കെ ഇട്ടിരിക്കുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ വേഷ്ടിയിട്ട ഭാഗവതം മുമ്പിൽ മലത്തി വെച്ചിട്ടുണ്ട്. മൂപ്പര് ചെരിഞ്ഞും കിടക്കുന്നു. എത്ര വേഗം ഭഗവാൻ അനുഗ്രഹിച്ചതൊന്ന് ആലോചിച്ച് നോക്കും. എന്താ നീ പൂർവ്വജന്മകൃതായിട്ടൊന്നും അനുഭവിക്കേണ്ട, വേഗം പോകുന്നുള്ളൂ അറിയാണ്ട്. അവ എപ്പോഴും എന്താ അറിയോ, നമുക്ക് ഈ ജപം, ഹോമം, അർച്ചന അതൊക്കെ എന്തിനാ? നമുക്ക് ഈ ഭാവത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഉറപ്പ് വരും, എനിക്ക് സംശയമൊന്നുമില്ല, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്. ആ ഉറപ്പോട് കൂടിയിട്ട് എന്ത് വന്നാൽ നമുക്ക് വരുന്നത് അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ആ വരുന്നത് അനുഭവിക്കുമ്പോഴും എന്നെ ഭഗവാൻ ഇനിയും എന്നോട് എന്തൊക്കെയോ ആജ്ഞാപിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നടത്താൻ വേണ്ടി എണീപ്പിക്കും, സംശയമില്ല. ഈ ഉറപ്പങ്ങോട്ട് ഉണ്ടാവുക. അതിനാണ് ഇവിടെ ദിവസവും അത് ശീലിക്കണം. ജപം, ഹോമം. എപ്പോഴും പറയും, ഡോക്ടറെ കാണാതിരിക്കാൻ ഒരു വഴി ഒരു സുഭാഷിതത്തിൽ പറയും. ഈ ഡോക്ടർമാരുടെ മുമ്പിൽ ഇത്ര വളരെ ടോക്കണൊക്കെ ഉണ്ടല്ലോ, അതില്ലാണ്ടേക്കാൻ ഇന്ന് ലോകത്തിൽ അത് ഇല്ലാണ്ടേ ചെയ്യതാ. എന്താ പറയുക, മിതം ഭുക്തുവ ശതം ജപ്പുതുവ ഗത്വാ പദശതം ശനൈഹി വാമഭാഗേ ശയാനസ്യ കിം പ്രയോജനം. ഡോക്ടറെ കാണുക വേണ്ട, എന്താ വേണ്ടു? മിതം ഭുക്തുവ. വേണമെന്ന് വിചാരിച്ചാൽ പഠിച്ചോളൂ, നാളെ മുതൽ അനുഷ്ഠിച്ചോളൂ. എന്താ? ആഹാരം കുറയ്ക്കുക, നാമജപം കൂട്ടുക, ശതം ജപ്പുക. ശതം എന്നൊക്കെ പറഞ്ഞാൽ സംസ്കൃതത്തിൽ അനവധി. എണ്ണൊന്നും നോക്കണ്ട, അഷ്ടം പോലെ നാമം ജപിക്കുക. ഗത്വ പദശതം ശനൈഹി. ദിവസവും 100 അടിയെങ്കിലും നടക്കുക, ഓട്ടോറിക്ഷ പിടിക്കാണ്ടിരിക്കുക. അവർക്ക് കാശ് വേണിച്ചാൽ കൊടുത്തോളൂ, എന്നാലും നടക്കുക. എന്നിട്ടോ എടുത്തോളം തിരിഞ്ഞ് കിടക്കുക. എന്നാൽ പിന്നെ ഡോക്ടറെ കാണുക വേണ്ട. എത്ര നല്ല സുഭാഷിതറിയോ പ്രാക്ടിക്കലാക്കിയത്. വാസ്തവം അത്. ആഹാരം കുറയ്ക്കും തോറും രോഗങ്ങൾ പകുതി കുറയും. ഇതുപോലെ തന്നെ നാമജപം കൂട്ടുന്തോറും, എന്തിനായി നാമജപം? നേരത്തെ പറഞ്ഞില്ലേ, പൂർവജന്മ വാസനകളിൽ എന്തെങ്കിലും അനുഭവിക്കാൻ ബാക്കിയുണ്ടെച്ചാൽ അത് ഈ ജപാദികളെ കൊണ്ട് നീങ്ങിക്കിട്ടും. അതിനാണ് ആ ജപം, ഹോമം, അർച്ചന. അത് ശീലിക്കാൻ പറയണം. ജപാദികൾ സഹസ്രനാമോ എന്തെങ്കിലുമൊക്കെ ശീലിക്കുക. ശീലിച്ചിട്ട് കുറച്ചെങ്കിലും പ്രാണായാമം, ആസനം ഇതൊക്കെ കുറേശ്ശെ ശീലിച്ച്. പ്രാണായാമം ഏറ്റവും വലുതാണ് ഈ സത്സംഗത്തിൽ വരുന്നവർക്കൊക്കെയും. പക്ഷെ നമ്മൾ കോണി കയറേണ്ടി വരും, എന്നാലേ ഒരു പ്രാണായാമം ഉണ്ടാവുള്ളൂ അല്ലേ. എൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴേ ഒരു കിടപ്പ്. ശരിക്ക് ഗീതയും ഭാഗവതമൊക്കെ പറയാം, ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, വിഭൂതി യോഗത്തിൽ എന്താ പറയുക? പ്രാണായാമ പരംബലം. ലോകത്തിൽ ഏറ്റവും വലിയ ബലം പ്രാണായാമമാണ്. ഒരു 10 പ്രാണായാമെങ്കിലും ദിവസവും ചെയ്യാൻ കഴിഞ്ഞാൽ, വെറുതെ ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ, അത് മൂക്കുമർദ്ദനാവുകയുള്ളൂ. ഒരാഴ്ചയൊക്കെ പോയി പഠിച്ചിട്ട് ഞാൻ ചെയ്തളയാന്ന് പറഞ്ഞാൽ അത് മൂക്കുമർദ്ദനയാവുള്ളൂ. അതിന് പകരം നല്ലൊരു ഗുരുനാഥനിൽ നിന്ന് ആ ലക്ഷ്യം വെച്ച് ഈ പ്രാണായാമം ഒരു 10 എണ്ണമെങ്കിലും രാവിലെ. ഇപ്പം എന്താ ഒരു സൂക്കടില്ല, എല്ലാവർക്കും ഉണ്ട്. എന്ത് ഗ്രെയിനാണ്? മൈഗ്രെയിൻ എന്നാണ് അല്ലേ. മൈഗ്രെയിനൊക്കെ ഏറ്റവും നല്ല ഗ്രെയിൻ ഏതാ അറിയോ? പ്രാണായാമം. ഒരു 10 പ്രാണായാമം രാവിലെയും വൈകുന്നേരവും ചെയ്യുകയാണെങ്കിൽ അവിടെ പിന്നെ മൈഗ്രെയിൻ ഉണ്ടാവില്ല കേട്ടോ.
കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ആ പ്രാണനെ പോലെ ബലം മറ്റൊന്നിനുമില്ല. അപ്പം നിർഗുണഭക്തനാണെങ്കിലും ഇതൊക്കെ ചെയ്യണം. മൗനം, ആഹാര നിയന്ത്രണം, ജപാദികളിൽ നെട്ടിയുണ്ടാവുക, പ്രാണായാമം ചെയ്യുക. പ്രാണായാമം കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ധ്യാനം നമുക്ക് തന്നെ വരും. ഇതിൽ സാധാരണക്കാർക്ക് ആ ധ്യാനം ശരിയാവാത്തതുകൊണ്ടാണ് ഭാഗവതാദികളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തിനറിയും? ഇപ്പം കൃഷ്ണൻ്റെ ഒരു ലീല വർണ്ണിക്കുമ്പോൾ നമുക്ക് ആ ലീല അവിടെ ഇങ്ങനെ കാണും, അതിലാവും മനസ്സ്, ബാക്കി എവിടേക്കും പോവില്ല. ഇല്ല, ഇപ്പോൾ ഭാഗവതത്തിൽ അങ്ങനത്തെ എത്ര ശ്ലോകം ഉണ്ട് അറിയോ? ഞാനിപ്പോൾ ഈ തല തോർത്താൻ 2 മന്ത്രം എന്നാണ് പറയുക. എന്നാൽ ജലദോഷം ഉണ്ടാവില്ല, വേഗം ധ്യാനം ശരിയാവും ചെയ്യത്ര. ഭാഗവതത്തിൽ 2 ശ്ലോകമേ വേണ്ടുള്ളൂ. ഒന്ന്, കൃഷ്ണന് ഊണ് കഴിക്കാതിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഗോപാലബാലനായിട്ട് വിഭ്രവേണും ജഡരപടയോ സിംഗവെത്രേജ കക്ഷേ വാമേ പാണവു മഷണകബളം തൽഫലഞ്ഞങ്കുലീഷു. കള്ളകൃഷ്ണൻ ഗോപക്കുട്ടികളുടെ ഇടയിൽ ഇടത്തെ കയ്യിൽ ആ ചൂട്ടുരുളിയും വെച്ച് കക്ഷത്തെ ഉടക്കൊള്ളും കൊമ്പും വെച്ച് ആ മഞ്ഞപ്പട്ടിൻ്റെ ഇടയിൽ കൊമ്പും കൊള്ളുമൊക്കെ തിരുകി ഇങ്ങനെ നിന്ന് ഊണ് കഴിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കെന്താ അറിയോ? ആ ചിത്രം തന്നെ ഓർമ്മ വരും. ഇതാണ് ശരിക്കും സാധാരണക്കാരനുള്ള ധ്യാനം. മറ്റത് ധ്യാനിച്ചാൽ എന്താ ഉണ്ടാവുക? പലപ്പോഴും ധ്യാനം എന്തിലാണ് കലാശിക്കറിയോ? ഞാൻ ഇവിടെ പ്ലാപ്പറ്റയിൽ കുറേശ്ശൊരു സൂക്കടുള്ളൊരു സ്ത്രീയുണ്ട്, കുറച്ച് മരുന്നൊക്കെ കഴിക്കേണ്ടവർക്ക് മെൻ്റലായി. അവരൊരു ദിവസം വന്ന് എന്നോട് പരാതി പറഞ്ഞു. കുറച്ച് നല്ല ഭക്തിയാണ്. എന്താ, രാത്രി ഉറക്കം തീരെ വരുന്നില്ല. ഞാൻ നല്ലൊരു വഴി പറഞ്ഞു പോയിട്ട് നിങ്ങൾ കപിലോപദേശവും ധ്യാനമൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ടില്ലേ, മനസ്സിലായിട്ടില്ലേ? നന്ന് അതൊന്ന് ശീലിച്ച് നോക്കൂ. രാത്രി ഇരുന്നിട്ട് ഉറക്കം വന്നിട്ടില്ല വെച്ചാൽ ആദ്യം അതിനെ ഒരു ബെനിഫിറ്റായിട്ട് എടുക്കുക. നമുക്ക് ഉറക്കം വന്നിട്ടില്ല വെച്ചാൽ നമ്മൾ ദോഷം, ഉറക്കം തന്നെ ഇല്ല, 2 മാസമായിട്ട് ഉറക്കം തന്നെ ഇല്ല എന്ന് പറഞ്ഞതിന് പകരം അതൊരു ബെനിഫിറ്റായിട്ട് എടുക്കുക. ഉറക്കമില്ല, എന്നാൽ ഒരു കാര്യം ചെയ്തറേ, ചമ്മണം മണഞ്ഞ് വേഗം പറഞ്ഞു കൊടുത്തു, ഭഗവാനെ ഒന്ന് ധ്യാനിച്ചോളാം. അമ്മ പിറ്റേ ദിവസം രാവിലെ വളരെ ഹാപ്പി ആയിട്ടാണ് വന്നു. എന്തേ, ഇന്നലെ രാത്രി നല്ലോണം ഉറങ്ങിയിട്ടു എന്ന്. ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും ഉറക്കം വേഗം വന്നു, അങ്ങനെ ഉറങ്ങിയതാണ്. അതാണ് നമുക്കെന്താ അറിയോ? ഈ മനസ്സ് ശൂന്യമായാൽ ഭഗവാനല്ല അവിടെ ആദ്യം വരിക ഉറക്കാം. അപ്പോൾ ആദ്യം എന്താ, ഇതൊക്കെ ശീലിച്ച് ധ്യാനാദികളൊക്കെ വിഗ്രഹമില്ലാണ്ട ധ്യാനം ശീലിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. പലരും ഇതിനെതിരായിട്ടൊക്കെ പറയുന്നവരുണ്ട്. അവരൊക്കെ സാധാരണക്കാരൻ്റെ നില വിട്ടിട്ടാണ് സംസാരിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ, ഇല്ലേ, പാലത്തൂരെന്താ സിദ്ധാശ്രമം, നിർമ്മലാൻ്റെ യോഗിയുടെയൊക്കെ അവർ പലപ്പോഴും ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, കല്ലുകൊണ്ടും ഇതൊക്കെ എന്തിനാണെന്ന് വിചാരിച്ചാൽ പിടിച്ചാൽ കിട്ടാത്ത മനസ്സിനെ തൽക്കാലം ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. കോണിപ്പടി കയറാണ്ട മുകളിലേക്ക് എത്തുമൊന്നുമില്ല. അപ്പോൾ ആദ്യം സാധാരണക്കാരനെന്താ വേണ്ടത്? ഈ ഒക്കെ കാര്യങ്ങളൊക്കെ. അതിനാണ് വെളിച്ചാകുമ്പോൾ കുറച്ച് ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ഈ രൂപമൊക്കെ ഓർമ്മ വരും. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധായി, ഇനി ഒന്നുമില്ല. എന്നിട്ടോ ആ ഭഗവാന്റെ ധ്യാനം സുന്ദരമായിട്ട് ആ ഹൃദയത്തിൽ അങ്ങനെ വലിയ. ഇപ്പം നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ തന്നെ കുറേ കറുത്തറിഞ്ഞിട്ടും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ തന്നെ ഉണ്ടാവും. ഒക്കെ മറന്ന് വായിക്കാൻ കഴിയും. രാത്രി 4 പുറം കൂടി നോക്കില്ല, ആരെന്തോ ആയിക്കോട്ടെ, എനിക്കതൊന്നും ബാധകമല്ല എന്നുള്ള നിലയിൽ ഭഗവാനെ ഉപാസിക്കുകയും അപ്പം പിന്നെന്താ, സംസാരത്തിൻ്റെ ദുഃഖം ഒക്കെ കഴിയേ. ഇനി അടുത്തത് സഗുണമാണ്. ഇതിപ്പോൾ നിർഗുണമാണ്, യാതൊന്നിൻ്റെയും ഉപാധിയില്ല. ഇതന്നെ സഗുണവും നിർഗുണവും 2 ഭാവത്തിലും ആക്കാം. നമ്മൾ നോക്കിയിരുന്ന് ഉപാസിക്കുന്നത് സഗുണം. നോക്കാതെ ആ രൂപം ഹൃദയത്തിൽ കണ്ടത് നിർഗുണം. അതെ, രൂപം നമ്മുടെ മനസ്സുകൊണ്ടാണ് സങ്കല്പം, അല്ലാതില്ല. അതാണ് അടുത്തത് പറഞ്ഞു കൊടുക്കുക. അതിന് ഇതൊക്കെ ബാധകമാണ് കേട്ടോ. എന്നിട്ട് ഈ നിയമങ്ങളൊക്കെ ബാധകമായിട്ട് സഞ്ചിന്തയത് ഭഗവതചരണാരവിന്ദം വജ്രങ്കുശദ്വജസരോരു കലഞ്ജനാട്യം
ഉത്തുംഗരക്തവിലസന്മകചക്രവാള യോത്സ്നാഭി ആകതമകലേ ഹൃദയന്തകാരം. വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം ഇതൊക്കെ ഭഗവാന്റെ കാലടിയിലെ ചിഹ്നങ്ങളാണ്. അതൊക്കെ ആലോചിക്കാൻ അതെന്തിനാത്? ഇതിലൊക്കെ കുറച്ച് നേരം മനസ്സ് നിർത്തിയാൽ അനങ്ങാതെ അല്ലേ, അപ്പോൾ ഭഗവാന്റെ ആ തൃപ്പാദം ഇങ്ങനെ ആലോചിച്ച് അതിൽ ഈ വജ്രവും അങ്കുശവും ധ്വജവും സരോരുഹമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു 2 മിനിറ്റ് അതിന് വേണ്ടി നിൽക്കും. അത് കഴിഞ്ഞ് ആ കാലിൽ കൂടെ ഉയർന്ന കാൽമുട്ട്, മഞ്ഞപ്പട്ട്, അരക്കെട്ട്, മാറിടം, മുഖം ഇതങ്ങോട്ട് അങ്ങനെ ഹൃദയത്തിൽ അങ്ങോട്ട് വരുമ്പോൾ ശരീരമാണ് മറക്കും നമ്മൾ. ഇതാണ് ധ്യാനത്തിൻ്റെ ഒരു പ്രോസസ്സ്. അമ്മയ്ക്ക് അതും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ ഇതൊക്കെ ചെയ്താലും ഭക്തിയുടെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥ എപ്പോഴാണ് എത്തിയറിയോ? 29ാമത്തെ അധ്യായത്തിൽ അതും പറയും. ഭക്തിയുടെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥ ഏത് സമയത്താണ് വരിക? ആ പൂർണ്ണമായിട്ട് ആ രൂപം ഇങ്ങനെ മറിഞ്ഞ് യക്കരോത്യന്തരോദരം സത്യഭിന്നദൃശോ മർത്യർ വിരതേ ഭയമുൾപ്പെണം. ഈ സഗുണം നിർഗുണം 2 ധ്യാനത്തിൽ കൂടെ ഭക്തി വർദ്ധിച്ച് ആ ഭക്തിയുടെ പരമതത്വം മനസ്സിലാക്കും. അപ്പം എങ്ങനെയായി? ഒരാളോടും ഒട്ടും ഭേദബുദ്ധിയില്ലാണ്ട് എൻ്റെ ഭഗവാനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെല്ലാം എന്ന ബോധത്തോട് കൂടിയിട്ട് ഭഗവാനെ ഭജിക്കാൻ സാധിക്കുക. എന്നാൽ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അമ്മേന്ന് പറഞ്ഞിട്ടാണ്. ഇനി അങ്ങയുടെ കർമ്മഗതിയാണ്, അത് നമുക്ക് അടുത്തതിന് പറയാം.